സാധാ ഷോറൂമിൽ വന്ന് നൽകുന്ന സർവീസ് കോസ്റ്റ് തന്നെയാണോ ഇതേപോലെ വന്ന് ചെയ്യുമ്പോൾ എത്ര ദിവസം മുന്നേ സർവീസിന് വേണ്ടി ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും? എത്ര ടൈമിൽ നമുക്ക് സർവീസ് ചെയ്യാനായിട്ട് സാധിക്കും? ഗുഡ് മോർണിംഗ് ടു ഓൾ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വൺ ഡ്രൈവ്. ഇന്ന് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിലുള്ള റെനോയുടെ ഷോറൂമിലാണ് കേട്ടോ. ഫ്ലാഗ് ഓഫ് സെറിമണിക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെനോയുടെ വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ വന്ന് തന്നെ വാഹനം സർവീസ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഇന്ന് നമ്മളുടെ റെനോ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് മെയിൻലി ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ 3-4 സ്ഥലത്താണ്. അതായത് കാസർഗോഡ്, വയനാട്, കോട്ടയം, തിരുവനന്തപുരം ഭാഗങ്ങളിലാണ് ഇപ്പോൾ റെനോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഇത് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഈ ഒരു സംവിധാനം വരാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാഹനത്തിലാണ് ഒരു സർവീസിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവർ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വാഹനം പരിചയപ്പെടാം, ആ വാഹനത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പരിചയപ്പെടാം. അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീരിയോഡിക്കൽ സർവീസ് മുതൽ വാട്ടർ സർവീസ് വരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ആണ് ഈ ഒരു വാഹനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. WOW ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ക്ലമേഷൻ വേർഡായിട്ടാണ് നമ്മൾ എപ്പോഴും കണ്ടിരിക്കുന്നത്. റെനോ കസ്റ്റമേഴ്സിന് ഉൾഗ്രാമങ്ങളിൽ പോലും സർവീസ് ഫെസിലിറ്റി കൊടുക്കത്തക്ക രീതിയിൽ റെനോ കൊണ്ടുവന്നിരിക്കുന്ന ആധുനികമായിട്ടുള്ള ആശയം കേരളത്തിൽ ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടുകയാണ്. ഇന്ത്യയിലെ ടോപ്പ് യൂറോപ്യൻ ബ്രാൻഡായ റെനോ എനിക്ക് തോന്നുന്നു 2016 വോ കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് മുതൽക്ക് നമ്മളെ കേരളത്തിൽ ചില ലൊക്കേഷനിലായിട്ട് ഈ വോ ഫെസിലിറ്റി ഓൾറെഡി ഓപ്പറേഷനിലാണ്. ഇപ്പോൾ റെനോ ഇന്ത്യയിൽ വന്നിട്ട് 10 വർഷം ആയതിന്റെ സെലിബ്രേഷന് ഭാഗമായി 100% പീരിയോഡിക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി 4 പുതിയ വാഹനം കൂടി നമ്മൾ നിരത്തിൽ ഇന്ന് ഇറക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന സെറ്റപ്പ്. ഇതിൽ നമുക്ക് ടൂൾ ബോക്സ് തുടങ്ങിയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, ഹൈഡ്രോളിക് ജാക്ക് സിസ്റ്റം വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾക്ക് പോസ് ചെയ്ത് കഴിഞ്ഞ് ഇതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. ഹെയർ കംപ്രസർ മുതൽ ടൂൾ കിറ്റ് മുതൽ സകല സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ പീരിയോഡിക്കൽ സർവീസിനുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. എഞ്ചിൻ ഓയിൽ, എയർ ഫിൽറ്റർ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ തന്നെ ഫുൾ ടൈം ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇവിടെ നമുക്ക് പീരിയോഡിക്കൽ സർവീസിൻ്റെ പുറത്തായിട്ട് കാണാം. നമുക്ക് ഈ വാഹനത്തിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്ന ഒരാളെ തന്നെ നമുക്ക് വിളിക്കാം കേട്ടോ. ഇത് നമ്മുടെ കൂടെ നിന്നുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിബു സാറാണ്. നമ്മുടെ തൃശ്ശൂരിൽ TVS റെനോ ഷോറൂമിലെ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന സാറാണ് കേട്ടോ. സാർ വെൽക്കം. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നത്? അതായത് നോർമലി പീരിയോഡിക് സർവീസിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്, ഇൻക്ലൂഡിംഗ് വാഷിംഗ്. എങ്ങനെ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് വരുന്നത്? 7 ദിവസം മുൻപായിട്ട് കസ്റ്റമർ നമ്മുടെ ഈ ബുക്കിംഗ് സെന്ററിൽ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ കസ്റ്റമർക്ക് ഈസി ആയ ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനിൽ നമ്മൾ അവിടെ എത്തുന്നതാണ്. അവിടെ ഒരു സർവീസ് പോയിന്റ് നമ്മൾ അവിടെ ഫിക്സ് ചെയ്തിട്ട് ഫർദർ സർവീസ് അവിടെ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരൊറ്റ പ്രാവശ്യം വരുമ്പോൾ ഏകദേശം എത്ര സർവീസിന്റെ അടുത്ത് ഉണ്ടാവണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എക്സാമ്പിൾ എടുക്കുന്നത് ഇപ്പോൾ ഒരു കൽപ്പറ്റ പോലുള്ള ഒരു ലൊക്കേഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് സർവീസ് സെന്റർ ഇല്ലേ നേരിൽ, സോ ഒരുപാട് മൾട്ടി കസ്റ്റമേഴ്സ് എന്തായാലും നമുക്ക് അവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിൽ നമ്മൾ മേ ബി 2 or 3 അങ്ങനെ വരുന്ന കേസുകളൊക്കെ ആണെങ്കിൽ ആ സർവീസ് ബുക്കിംഗ് നമ്മൾ അവിടെ എടുക്കുന്നതാണ്. അവിടെ കസ്റ്റമർക്ക് ഏറ്റവും നിയർ ബൈ ആയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിലവിൽ ഇതിനകത്ത് വർക്ക്ഷോപ്പ് ഫെസിലിറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തു. ഇത് നമ്മുടെ ടൂൾ ബോക്സ് ആണ്. ഇവിടെ നമ്മുടെ ഓയില് കാര്യങ്ങളെല്ലാം ഡ്രെയിൻ ചെയ്യാനായിട്ടുള്ള സിസ്റ്റമാണ് ഇതിനകത്ത്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഫയറിംഗ് എക്സ്റ്റിങ്ക്യൂഷണർ, ഒരു വീൽ അഴിച്ച് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് നമ്മൾ സ്റ്റാൻഡി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനകത്ത് നമുക്ക് ജാക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. എയർ കംപ്രസർ ഉണ്ട്. ഈ എയർ കംപ്രസർ തന്നെ ഡ്യുവൽ പർപ്പസിൽ നമ്മൾ വാഷിങ്ങിന് വേണ്ടിയിട്ട് കൂടി. വാട്ടർ ടാങ്ക് ആണ് കാണുന്നത്. വാട്ടർ ടാങ്ക് ആണ്. ഈ വാട്ടർ ടാങ്ക് നമുക്കൊരു വാഷിംഗ് ഫെസിലിറ്റി കൂടി ഇതിനകത്ത് കസ്റ്റമർക്ക് ഒരു പെർഫെക്റ്റ് സർവീസ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. വാഷിംഗ് കൂടി കഴിഞ്ഞിട്ട് വണ്ടിനെ ഏൽപ്പിക്കാന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഫീച്ചറാണ് അത്. ബുക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതെ, ഇപ്പോൾ നിലവിലുള്ള മോഡലുകളെല്ലാം അറിയാം നമുക്ക്. നമ്മൾ ഈ ബുക്കിംഗ് എടുക്കുന്ന സമയത്ത് ഏത് ടൈപ്പ് സർവീസ് ആണ്, എന്തൊക്കെയാണ് കസ്റ്റമർ ഫേസ് ചെയ്യുന്ന കൺസേൺസ്, അത് നമുക്ക് ലൊക്കേഷനിൽ സർവീസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണെങ്കിൽ അതിനുള്ള രീതിയിലുള്ള പാർട്സ് നോർമൽ വെയർ ആൻഡ് ടയറിൽ വരുന്നത്, ദാറ്റ് മീൻസ് ബ്രേക്ക് പാഡ്,
വൈപ്പർ ബ്ലേഡ്, ഇതേപോലെയുള്ള പാർട്സ്. പിന്നെ കൂടാതെ ഇപ്പോൾ കസ്റ്റമർ അഡീഷണൽ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പാർട്സ് കൂടി നമ്മൾ ഇതിനകത്ത് ലോഡ് ചെയ്തിട്ടായിരിക്കും കസ്റ്റമർ പ്ലേസിൽ നമ്മൾ സർവീസിന് എത്തുന്നതാവും അല്ലേ? എത്ര ദിവസം മുന്നേ സർവീസിന് വേണ്ടി ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും? 7 ദിവസമാണ് നിലവിൽ വെച്ചിരിക്കുന്ന ഒരു ബുക്കിംഗ്. എത്ര ടൈമിൽ നമുക്ക് സർവീസ് ചെയ്യാനായിട്ട് സാധിക്കും? 2 hours ആണ് നോർമൽ നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാറ്. പക്ഷേ ഡിപ്പെൻഡ്സ് ഓൺ ദ ടയർ ആൻഡ് വയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് എക്സ്റ്റെൻഡ് ചെയ്ത് ലെവലിൽ പോകാൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ ഈ ഒരു സംവിധാനം എത്ര സ്ഥലത്ത് നമുക്ക് കിട്ടും ലഭിക്കും? വന്നിരിക്കുന്നത് ആകെ 4 ലൊക്കേഷനിലാണ് വന്നിരിക്കുന്നത്. ഒന്ന് ട്രിവാൻഡ്രം, 2 കോട്ടയം, കാലിക്കറ്റ്, കൂടാതെ കാസർഗോഡ്. നമ്മൾ പ്രോപ്പറായിട്ട് വീട്ടിൽ ചെന്നിട്ടാണോ സർവീസ് ചെയ്യുന്നത്, അതോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് ഇത്ര റേഞ്ച് അങ്ങനെ എന്തെങ്കിലും? ഉദ്ദേശിക്കുന്നത് 3-4 കസ്റ്റമേഴ്സിനെ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ഡോർ സ്റ്റെപ്പിലല്ല നമ്മൾ പോകുന്നത്, ആ നിയർ ബൈ കസ്റ്റമർ ലൊക്കേഷനിൽ കസ്റ്റമർക്കും നമുക്കും കൺവീനിയന്റ് ആയ ഒരു പ്ലേസ് ആണ് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമർ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അതിന് കസ്റ്റമർ വെയിറ്റ് ചെയ്യാനാണെങ്കിൽ കസ്റ്റമർക്ക് ഇരിക്കാനായിട്ടോ അല്ലെങ്കിൽ ടേബിൾ ഫെസിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത് അതിനകത്ത് നമുക്ക് വരുന്നത്. ചെയർ കാര്യങ്ങൾ, ടേബിൾ കാര്യങ്ങളെല്ലാം അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സർവീസ് ടീം എത്ര പേരുണ്ടാവും ഇതിൽ? നിലവിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ഡ്രൈവർ ഉണ്ടാവും. ഒരു 2 ടെക്നീഷ്യനെയാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്. നമ്പേഴ്സ് കൂടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് വരുന്ന വണ്ടികളുടെ ബുക്കിംഗ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവരെ കൂടുതൽ അറേഞ്ച് ചെയ്യുന്നത്. സാധാ ഷോറൂമിൽ വന്ന് നൽകുന്ന സർവീസ് കോസ്റ്റ് തന്നെയാണോ ഇതേപോലെ വന്ന് ചെയ്യുമ്പോൾ നമുക്ക് വരും? സെയിം കസ്റ്റമറുടെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അഡീഷണൽ കോസ്റ്റ് ഒന്നും ചാർജ് ചെയ്യുന്നില്ല. നോർമൽ പീരിയോഡിക്കൽ സർവീസിന്റെ കോസ്റ്റ് ആണ് വരുന്നത് അല്ലേ? നിലവിൽ ഇതുപോലെ എത്ര വാഹനങ്ങൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുണ്ട്? നിലവിൽ 4 ലൊക്കേഷനിലേക്കായിട്ട് 4 വാഹനങ്ങളാണ് നമുക്ക് ഉള്ളത്. വയനാട് പോലുള്ള സ്ഥലത്ത് റെനോന്റെ സർവീസ് അവിടെ ഉണ്ടോ? സർവീസ് അതിന് വരാനുള്ള ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് തന്നെ നമ്മൾ കസ്റ്റമറുടെ ഒരു ഇൻകൺവീനിയൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വയനാട് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെനോന്റെ സർവീസ് സ്റ്റേഷനുകളിൽ ഇല്ലാത്ത ഭാഗങ്ങളിലാണ് മെയിനായിട്ട് ഇങ്ങനത്തെ വാഹനങ്ങൾ പ്രവർത്തിക്കുന്നത്. അതെ. ഓക്കെ, അത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ വാഹനത്തിലുള്ള കൂടുതൽ ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാൽ. നിലവിൽ ഇതിനകത്ത് ടൂൾസിന്റെ ആദ്യം വരുന്ന ഒരു ഇതാണിത്. ടൂൾസ്, ട്രോളി കാര്യങ്ങളെല്ലാം നോർമൽ പീരിയോഡിക്കൽ സർവീസിന്റെ ഇതായിട്ടുള്ള എല്ലാ അതെ കാര്യങ്ങളും. ഇത് വാഷിംഗ് പമ്പിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന എക്യുപ്മെന്റ്സ് സൂക്ഷിക്കുന്ന ഒരു ബോക്സ് ആണ്. ഈ എയർ കംപ്രസറിൽ തന്നെ നമ്മൾ വാട്ടർ കംപ്രസറിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ പുള്ളിയിൽ സിസ്റ്റം വെച്ചിട്ടുണ്ട്. പുള്ളി മാറ്റിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ ആ വാഷിംഗ് ഫെസിലിറ്റി കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഹൈഡ്രോളിക് ജാക്കാണ് അത്, അതിന് സപ്പോർട്ടിങ് ഹോൾസ് ആണ് ആക്ച്വലി. ഇതിൽ നമുക്ക് ന്യൂമാറ്റിക് സിസ്റ്റം ഉപയോഗിക്കാനായിട്ട്, ദാറ്റ് മീൻസ് എയർ കംപ്രസർ ഉപയോഗിച്ചിട്ട് വരുന്ന ആ എയറിന് നമ്മൾ അതെ വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിന്റെ വാൽവും കാര്യങ്ങളെല്ലാം ആണ് ഇത് വരുന്നത്. ഇതാണ് നമ്മൾ അതിനകത്ത് ഇൻലെറ്റ് ആയിട്ട് വരുന്നത്. അതിന്റെ ലെവൽ മോണിറ്റർ ചെയ്യാനായിട്ട് നമുക്കിവിടെ ഇതുണ്ട്. അതായത് നമുക്ക് നമ്പേഴ്സ് വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്തിട്ട് റെഡി ആക്കിയിട്ടായിരിക്കും നമ്മൾ അതിനകത്ത് പോകുന്നത്. ഇതിൽ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ ഏത് ഭാഗത്തായിട്ട്? സ്പെയർ പാർട്സ് നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് നിലവിൽ ലോഡ് ചെയ്തിട്ടില്ല, വണ്ടികൾക്ക് അനുസരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ മോഡൽ അനുസരിച്ചിട്ട് വരുന്ന പാർട്സുകൾ അപ്പോൾ ആ നേരത്ത് നമ്മൾ ലോഡ് ചെയ്യാം. അതുപോലെ ഈ മേലെ ഈ ഭാഗത്തൊക്കെ സ്റ്റോറേജും കാര്യങ്ങളും. അതെ, മുകളിൽ നമുക്കത് വാഷിങ്ങിന്റെ ആ ഭാഗത്ത് സ്പെയർ പാർട്സുകൾ, ന്യൂമാറ്റിക് സിസ്റ്റം വെക്കാനായിട്ട് അതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ, ന്യൂമാറ്റിക്കിന്റെ ഗണ്ണുകൾ കാര്യങ്ങൾ എല്ലാം ചെയ്യാനായിട്ടാണ് നമുക്ക് അതിനകത്ത് വെച്ചിരിക്കുന്നത്. അണ്ടർബോഡി ഇൻസ്പെക്ഷൻ ചെയ്യാനായിട്ടുള്ള ട്രേ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ ക്യാൻ ഉണ്ടല്ലോ, ഇതിപ്പോൾ നമുക്ക് എല്ലാ വണ്ടികളും ലിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നേരെ ട്രേ അതിനകത്ത് നമ്മൾ അടിയിൽ കഴിച്ചിട്ട് നമുക്ക് ഓയിലോ കാര്യങ്ങളോ ഡ്രെയിൻ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി കൂടി ഉണ്ട് അതിനകത്ത്. അല്പനേരം വൺ ഡ്രൈവിലെ പ്രേക്ഷകർക്ക് വേണ്ടി ചെലവാക്കിയതിൽ വളരെയധികം നന്ദിയുണ്ട് സാർ. താങ്ക് യു. നമുക്കിതിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ? ഒന്ന് സർവീസ് സെന്റർ തന്നെയാണ് നമ്മുടെ 1 കോൺടാക്ട് നമ്പറും. അതെ, ഇൻക്ലൂഡിങ് നമ്മുടെ ടോൾ ഫ്രീ നമ്പർ വരെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിലവിൽ റെനോയുടെ വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറെ ടീംസ് ഒന്നും ഇതുപോലുള്ള ഒരു സർവീസ് സെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വളരെ ചെറിയൊരു വീഡിയോ ആണ്, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ച് ചെയ്ത ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ റെനോയുടെ വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. വാഹനങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ ചെറിയ ഫാമിലിയാണ്, അതിൽ ജസ്റ്റ് ഒന്ന് മെമ്പർ ആവുക എന്നുള്ളതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, ബി ബ്ലെസ്ഡ്, ബൈ.